പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊക്കെ ചാറ്റ് GPT യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഗൂഗിൾ ജെമിനി യൂസ് ചെയ്യാറുണ്ട്. ചാറ്റ് GPT ചില കാര്യങ്ങളൊക്കെ നമുക്ക് മികച്ചതായിട്ട് തോന്നിയാലും അതിലും മികച്ചതായിട്ട് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഗൂഗിൾ ജെമിനിയിൽ തോന്നാറുണ്ട്. അപ്പോൾ ഇതിൽ മികച്ച കാര്യമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മുന്നോട്ട് പോകുന്നതിന് മുന്നായിട്ട് തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ വീഡിയോയെ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചാറ്റ് GPTയോട് ഒരു തംബ്നെയിൽ ഉണ്ടാക്കി തരാൻ വേണ്ടി പറയുവാണ്. ജെമിനിയെ പറ്റി ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ ടൈറ്റിൽ സൂപ്പർ ജെമിനി എന്നാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു തംബ്നെയിൽ ഉണ്ടാക്കി തരാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇവിടെ പ്രോസസ്സിംഗ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് ചാറ്റ് GPT ഒരു തംബ്നെയിൽ നമുക്ക് റെഡിയാക്കി തരും. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്കിവിടെ സൂപ്പർ ഗൂഗിൾ ജെമിനി എന്നും പറഞ്ഞുകൊണ്ട് ഒരു തംബ്നെയിൽ റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ജെമിനിയുടെ ഐക്കോൺ അല്ല വന്നിട്ടുള്ളത് ഈ തംബ്നെയിൽ. അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു ഐക്കോൺ, അതായത് ജെമിനിയുടെ ഒറിജിനൽ ഐക്കോൺ കാണിച്ചിട്ട് ഇതാണ് ജെമിനിയുടെ ഐക്കോൺ, ഇതാണ്, ഇത് ഉപയോഗിച്ച് ചെയ്താൽ മതി എന്നും പറഞ്ഞുകൊണ്ട്, അപ്പോൾ അടിപൊളിയായിരിക്കും എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ കാണിച്ചു കൊടുത്തത്. അതായത് ഐക്കോൺ കാണിച്ചു കൊടുത്തു. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് തംബ്നെയിൽ ചെയ്തു തരാൻ വേണ്ടിയാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ പ്രോസസ്സിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ നോക്കാം ഏത് തരത്തിലുള്ള നമുക്ക് തംബ്നെയിൽ ചാറ്റ് GPT റെഡിയാക്കി തരുമെന്നുള്ളത്. ഇപ്പം നമുക്ക് സൂപ്പർ ഗൂഗിൾ ജെമിനി എന്നും പറഞ്ഞുകൊണ്ട് ആ ജെമിനിയുടെ ഐക്കോണോട് കൂടിയ തംബ്നെയിൽ ഇവിടെ നമുക്ക് റെഡിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് തംബ്നെയിൽ റെഡിയാക്കി കിട്ടി. പക്ഷെ ഇനി ഞാൻ ചോദിക്കാൻ വേണ്ടി പോകുന്നത്, എൻ്റെ ഇപ്പോഴത്തെ ഒരു ഫോട്ടോ കാണിക്കുകയാണ്. ഉണക്ക് കാണിച്ചിട്ട് ഇപ്പോഴത്തെ ഈ ഫോട്ടോ ആണ് എൻ്റേത്. ഇത് 90 വയസ്സിൽ ഞാൻ എങ്ങനെ ഇരിക്കുമെന്ന് കാണിച്ചു തരുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇത് നമുക്ക് നോക്കാം, ഇത് ഏത് തരത്തിലേക്ക് ചാറ്റ് GPT നമുക്ക് നമ്മുടെ ഫോട്ടോ ഏത് രീതിയിലേക്ക് 90 വയസ്സിൽ എങ്ങനെയായിരിക്കുമെന്ന്, എങ്ങനെയാണ് കാണിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പ്രോസസ്സിംഗ് ഒക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഏത് രീതിയിലേക്ക് നമ്മുടെ ഫോട്ടോ 90 വയസ്സിലെ ഫോട്ടോ ഏത് രീതിയിലേക്ക് വരും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. 90 വയസ്സിലെ ഫോട്ടോ ഇതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മളെ കാണിച്ചിട്ടുള്ളത്. ശരി, 90 വയസ്സിലെ ഒരു രൂപം മാതിരി കാണിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ കൊടുത്ത ഫോട്ടോയുടെ അടിസ്ഥാനത്തിലാണ് ഇത് 90 വയസ്സിന്റെ ഒരു ഫോട്ടോയാക്കി കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇനി നോക്കാനുള്ളത് നമുക്ക് ഗൂഗിൾ ജെമിനിയാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ ജെമിനി ഓപ്പൺ ചെയ്യാം. ജെമിനി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെയായിട്ട് നമുക്ക് ലൈവിന്റെ ഐക്കോൺ കാണാം. ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ നമുക്ക് താഴെയായിട്ട് ക്യാമറയുടെ ഐക്കോൺ കാണാം. ഇതും ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് അതിന് മുന്നായിട്ട് എനിക്ക് മൊബൈലിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം മൊബൈൽ ഇവിടെ ഉണ്ട്. എൻ്റെ ഈ മൊബൈലിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എനിക്കൊരു ശകല ഓർമ്മശക്തി കുറവാണ്. എന്നെ സഹായിക്കുമോ? ഞാനിപ്പോൾ ഈ സെൽഫി സ്റ്റിക്കിലാണ് എനിക്ക് വീഡിയോ എടുക്കേണ്ടത്. അപ്പോൾ ഈ സെൽഫി സ്റ്റിക്ക് ഞാൻ എവിടെ വെച്ചു എന്ന് എനിക്കൊരു ഓർമ്മയില്ല. ഒന്ന് സഹായിക്കാമോ? എവിടെയാണെന്ന് ഒന്ന് പറഞ്ഞ് സഹായിക്കാമോ? സെൽഫി സ്റ്റിക്ക് കസേരയിലാണ് വെച്ചിരിക്കുന്നത്. കണ്ടല്ലോ അല്ലേ? കസേരയിൽ എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ടേബിളിന് അടുത്തായിട്ടുള്ള കസേരയിലാണോ? ടേബിളിനടുത്തുള്ള കസേരയിൽ തന്നെയാണ് സെൽഫി സ്റ്റിക്ക് ഇരിക്കുന്നത്. കസേരയുടെ സീറ്റിന്റെ മുകളിലായി വെച്ചിരിക്കുന്നത് കാണാമല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ, കണ്ടു. കസേരയിലായിരുന്നു. ഓക്കെ, എനിക്കൊരു ചെറിയ ഡൗട്ട് ഉള്ളത്, ഈ കാണുന്ന ഇതെന്താണെന്ന് പറയാമോ? ഇതെന്താണ്? ഈ കാണുന്നത് ഗ്രനാറോയുടെ വയർലെസ് മൈക്രോഫോൺ റിസീവറാണ്. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന്, ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്നൊന്ന് പറയാമോ? താങ്കളുടെ മൊബൈലിൽ ടൈപ്പ് സി പോർട്ടാണുള്ളതെങ്കിൽ ഈ റിസീവർ മൊബൈലിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം മൈക്രോഫോൺ ഓണാക്കുക. മൊബൈലിൽ ക്യാമറ ഓപ്പൺ ചെയ്ത് വീഡിയോ എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ എടുത്തു തുടങ്ങാം. തീർച്ചയായും വീഡിയോ എടുക്കാവുന്നത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യുമോ എന്നാണ് എൻ്റെ അടുത്ത ചോദ്യം. തീർച്ചയായും എന്താവശ്യമുണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ്. ശരി, ഓക്കെ. അപ്പം ഞാൻ ഈ സെൽഫി സ്റ്റിക്കിൽ മൊബൈൽ ഫിറ്റ് ചെയ്താണ് വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. തീർച്ചയായും വീഡിയോ എടുക്കാവുന്നതാണ്. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. സഹായിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇനി എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾ ചാറ്റ് GPTയുടെയും ഗൂഗിൾ ജെമിനിയുടെയും വ്യത്യാസം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് ഏറെക്കുറെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഞാൻ ചാറ്റ് GPTയുടെയും ഗൂഗിൾ ജെമിനിയുടെയും രണ്ട് വ്യത്യസ്ത രീതികളാണ് കാണിച്ചിരിക്കുന്നത്.
ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഗൂഗിൾ ജെമിനിയുടെ രീതി തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.